ഹലോ നമസ്കാരം. എല്ലാവരും ഈ ഓട്ടോറിക്ഷയുടെ സൈഡിൽ കൂടെ ഒരു അപ്പച്ചൻ ഇപ്പോൾ സ്കൂട്ടർമാർ കേട്ടോ. കണ്ടോ, ഒരു ഇന്നോവ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് റോഡിലേക്ക് അങ്ങ് കയറ്റാണ്. ഒരു കാറ് വണ്ടൊന്നും ഒന്നും നോക്കാതെ. അടുത്തത് കണ്ടോ കേട്ടോ, അടുത്തൊരു വീഡിയോ വരും. ഒരു ബൈക്ക് റോക്കറ്റ് കണക്ക് പോകണം കേട്ടോ. ഇതല്ല, ഇപ്പം തന്നെ വരും. എൻ്റെ കാറിൻ്റെ സ്ഥാനത്തൊരു വലിയ വണ്ടി ഇറങ്ങിയിട്ടില്ല, അവൻ ഭിത്തിയിൽ തൂങ്ങിയാനെന്ന്. അമ്മായി പോകണ്. കോട്ടയം ജില്ലയിൽ ഇന്നലെ ഒരാൾ മരിച്ചുള്ളൂ അങ്ങനെ ബൈക്ക് ബസ്സിൻ്റെ ഇടയിൽ പോയിട്ട്. ഇത് പെരുമ്പാവൂർ സിഗ്നൽ കഴിഞ്ഞ് വല്ലം ജംഗ്ഷന് തൊട്ട് മുമ്പുള്ളൊരു സംഭവം കേട്ടോ. സ്വിഫ്റ്റ് ഡിസയർ ലെഫ്റ്റ് സിഗ്നൽ ഇട്ടേക്കാണ്, ഇൻഡിക്കേറ്റർ ഓണാണ് കേട്ടോ. എന്നിട്ട് ആ സ്വിഫ്റ്റ് ഡിസയർ പോകണം കേട്ടോ. ഇവൻ ഈ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമ്മളെല്ലാവരും ആയിരിക്കണം അവൻ അടുത്ത ജംഗ്ഷനിൽ ലെഫ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല. സാധാരണ ഒരു 200 മീറ്റർ മുമ്പ് നമ്മൾ ഇടാറുണ്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ. ചിലവന്മാരൊക്കെ റൈറ്റ് തിരിയേണ്ട ആ സ്ഥലം വരുമ്പോൾ റൈറ്റ് തിരിഞ്ഞിനോട് പോകും. ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിരം പണിയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവനിത് പെരുമ്പാവൂരിൽ നിന്ന് ഇട്ട് വെച്ചാണ് ഇൻഡിക്കേറ്ററാണ് ലെഫ്റ്റ്. ഇത് ഇവൻ കാലടി പാലം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. റോട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കളി. ശരിക്കും ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് പോലും അവൻ അറിയില്ല. ഒരു ഇൻഡിക്കേറ്ററാണ് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്തുന്ന സാധനമാണ് ഈ ഇൻഡിക്കേറ്റർ. ഇത് മീറ്ററിന് അംഗം. അപ്പോൾ നമ്മൾ ആയിരിക്കും ഇപ്പോൾ ഇവനോട് നിന്ന് ലെഫ്റ്റ് പോകാനായിരിക്കും. അപ്പോൾ ഞാൻ റൈറ്റ് കയറ്റി വെച്ച് അങ്ങനെ നേരെ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവനും പിന്നെയും കുത്തി കയറ്റി കൊണ്ടുവരാണ്. ഉണ്ടോ ലെഫ്റ്റ്, അതുണ്ട അത് നേരെ കയറിപ്പാണ്. അങ്കമാലി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്, സ്വിഫ്റ്റാണ് വണ്ടി. ഇതാണ്ടോ ഈ ഒരു ഇൻഡിക്കേറ്ററും വെച്ചുകൊണ്ട് ആൾ കാലടി പാലത്തിൻ്റെ ആ ടേണിങ് വരെ, ആ കാലടി പാലം എത്തുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിലൊരു ഭാരതിൻ്റെ പമ്പില്ലേ, ആ പമ്പിൻ്റെ അവിടെ വരെ ഇവന് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയേക്കാണ്. അതിനിടയ്ക്ക് ഓവർടേക്കിങ്ങും റൈറ്റ് കയറിയും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് പോവാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ വന്ന വണ്ടിക്കാർക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയും ഇടിക്കാനും ഉരയാനും എല്ലാത്തിനും ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാര്യം നിസ്സാരം, ഒരു ഇൻഡിക്കേറ്റർ അല്ലേ, മറന്നു ചെയ്താണ്. ഒക്കെ ശരിയാണ്. വണ്ടി ഇടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ തട്ടി കഴിയുമ്പോഴാണ് പിന്നെയുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അല്ല, എത്ര അശ്രദ്ധമായിട്ടാണ് നമ്മളൊരു ഇൻഡിക്കേറ്ററൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഓണായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ടിക് ടിക് എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണോ വണ്ടി ഓടിക്കുന്നത്? ആ ഡിസ്പ്ലേയിൽ എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഒന്നും നോക്കാണ്ടാണ് പോണത്. ഇതുണ്ടോ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓണാണ് വണ്ടിയുടെ. ഇതൊക്കെ അപകടമൊക്കെ വരുത്തി വയ്ക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരിക്കും. തട്ടി കഴിയുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകണത്. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വാക്കുകേർക്കായി അങ്ങടെ ഇങ്ങടായി പോലീസായി കേസായി. എന്തിനാ നീ പാടിക്കണോണ്? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നേരാവണ്ണം മര്യാദയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് പറയണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അപകടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറയും. ഇതുപോലെയൊക്കെയും ഈ ഇൻഡിക്കേറ്റർ ഓണാക്കി ഇട്ടുകൊണ്ട് നാട് നിങ്ങളെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഒരു പെനാൽറ്റി എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ള ഒരു സംഭവമാണ്. ഈ വിദേശ നാടുകളിൽ പോകുമ്പോൾ ഇതേ മലയാളി തന്നെ അടിപൊളിയായിട്ട് വാഹനം ഓടിക്കില്ല, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ബൈ ബൈ.